ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം സോഷ്യോളജി ആൻഡ് എക്കണോമിക്സുകാർക്കുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ 6ാമത്തെ ബ്ലോക്കിൽ, അതായത് ലാസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നമുക്ക് 6ാമത്തെ ബ്ലോക്കിൻ്റെ പേര് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് 5 ഇയർ പ്ലാൻസ് ആൻഡ് സോഷ്യൽ റീകൺസ്ട്രക്ഷനാണ്. അപ്പം പഞ്ചവത്സര പദ്ധതികളും സാമൂഹിക പുനർനിർമ്മാണവും എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ഫസ്റ്റ് വരുന്നത്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനത്തിൽ നടന്ന സമഗ്രമായ രൂപാന്തരത്തെയാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ മാറ്റത്തെയാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 1960കളിലാണ് ഇത് ആരംഭിച്ചത്. കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യകളും ആധുനിക രീതികളും ഒക്കെ ഉൾപ്പെടുത്തിയപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. ആ വർധനവുണ്ടാക്കുക എന്ന് തന്നെയായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യവും കേട്ടോ. 1960കളിൽ ഇന്ത്യയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നിലനിന്നിരുന്നു. അപ്പോൾ ഉപരിതല മണ്ണ് അനുകൂലമല്ലാത്തത്, ആധുനിക പണിയായുധങ്ങൾ ഇല്ലായ്മ, കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ എന്നിവ കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറഞ്ഞിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇതിനെക്കുറിച്ച് ആദ്യമൊരു സൂചന നൽകിയത്. 1960, 1970കളിലാണ് ഇതിൻ്റെ കാലയളവ്. അത് ഇത്രയും വർഷത്തിനിടയിലാണ് ഹരിത വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. ഗോതമ്പ്, അരി തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളുടെ മേഖലയിലാണ് കൂടുതലും ഇത് പ്രവർത്തിച്ചിരുന്നത്. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ എന്നാണ് പറയുക കേട്ടോ. രാസവളങ്ങൾ, കീടനാശിനികൾ, ആധുനിക സാങ്കേതിക വിദ്യ, ജലസേചന പദ്ധതികൾ എന്നിവ ഉപയോഗിച്ചത് കാരണം കാർഷിക രംഗത്ത് വൻ പുരോഗതി ഉണ്ടായി. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പ്രധാന പ്രവർത്തന മേഖലകളായിട്ട് കണക്കാക്കിയിരുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം ഇരട്ടിയായി. ഭക്ഷ്യക്ഷാമം അവസാനിപ്പിച്ചു. കാർഷിക മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു എന്നിവയൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന നേട്ടങ്ങൾ. ഈ ഫലങ്ങൾക്കൊപ്പം ഇതിന് ചില പോരായ്മകളും ഉണ്ടായിരുന്നു. രാസവളങ്ങളും കീടനാശിനികളും പരിസ്ഥിതിയെ നാശത്തിനിടവരുത്തി. ഭൂമിയുടെ ഫലപുഷ്ടി നശിച്ചു. അതുപോലെ തന്നെ ജലക്ഷാമം വർദ്ധിക്കുന്നതിന് ഇടവരുത്തി. വലിയ സാമ്പത്തിക അസമത്വവും ഉണ്ടായി. ഹരിത വിപ്ലവം ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റം തന്നെയാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതോടെ രാജ്യം സ്വയം പര്യാപ്തമാവാൻ തുടങ്ങി. എന്നാൽ പരിസ്ഥിതിയോടും സാമ്പത്തിക വൈഷമ്യം പോലുള്ള പ്രശ്നങ്ങളും ഇതിന് പിന്നാലെ ഉണ്ടായി. ആധുനിക കാർഷിക രീതികളെ സമതുലിതമായിട്ട് ഉപയോഗിച്ചാൽ ദോഷഫലങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഇത്രയും ഒരു പ്രതിവിധിയും കൂടി പറഞ്ഞുകൊണ്ട് വേണം അതിൻ്റെ ആൻസർ അവസാനിപ്പിക്കാനായിട്ട്. കാരണം അതിൽ നമുക്ക് പോരായ്മകളുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ, വെല്ലുവിളികൾ എന്നിവയാണ്. അപ്പോൾ നോക്കുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. ഇവയുടെ മുഖ്യ ലക്ഷ്യം സമഗ്രമായ സാമ്പത്തിക, സാമൂഹിക പുരോഗതി നേടുക എന്നത് തന്നെയാണ്. 1951 ഇന്ത്യയിൽ ആദ്യ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: സാമ്പത്തിക വളർച്ചയിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിൽ സൃഷ്ടിക്കുക, വ്യവസായവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക, കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, വിദ്യാഭ്യാസ, ആരോഗ്യ പരിപാലനം എന്നിവയുടെ വികസനം എന്നിവയാണ്. ഇനി അതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക വിപ്ലവം, ഹരിത വിപ്ലവം നടപ്പിലാക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി. പിന്നെ വ്യവസായവൽക്കരണം, IT, ഉരുക്ക്, അതുപോലെ ഉരുക്കുൽപാദനം തുടങ്ങിയ മേഖലകളിൽ വൻ പുരോഗതി ഉണ്ടായി. പിന്നെ ഗതാഗതം, റോഡ്, റെയിൽവേ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനം ഉണ്ടായി. സാമൂഹിക ക്ഷേമത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ പരിപാലന പദ്ധതികൾ എന്നിവ നടപ്പിലാക്കാനായി. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഇത്രയാണ് അതിൻ്റെ. ഇനി വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വരുമാന വിതരണത്തിലെ അസമത്വം, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും, അഴിമതിയും നിത്യേന മാറ്റപ്പെടുന്ന നയങ്ങളും, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഗ്രാമീണ മേഖലയിലെ നവീകരണ വൈകല്യം എന്നിവയൊക്കെയാണ് അതിൻ്റെ നേരിട്ട വെല്ലുവിളികൾ. ഈ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിവാരണവും അടിസ്ഥാന സൗകര്യ വികസനവും പോലെ നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും തൊഴിൽ സൃഷ്ടിയും സമതുലിതമായ സാമ്പത്തിക വളർച്ചയും പോലുള്ള മേഖലകളിൽ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും ഉണ്ട്. ഭാവിയിൽ കൂടുതൽ സമതുലിതമായ വികസനത്തിന് വേണ്ടി ആസൂത്രിതമായ നയങ്ങൾ ആവശ്യമുണ്ട്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതി 2012 ആരംഭിച്ച് 2017 അവസാനിച്ചു.
ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ ഏറെ വിപുലമായ വികസന പദ്ധതികളിൽ ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം എടുത്ത് ചോദിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് കേട്ടോ. ആവൃത്തി, നിലനിൽപ്പ്, വേഗതയുള്ള വളർച്ച എന്നിവയാണ് ഇതിലെ പദ്ധതിയുടെ പ്രധാന ആശയം. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. സാമ്പത്തിക വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുക, ദാരിദ്ര്യ നിവാരണത്തിന് ഊന്നൽ കൊടുക്കുക, തൊഴിൽ സൃഷ്ടിച്ച് യുവാക്കളെ പ്രധാന പ്രവണതകളിൽ ഉൾപ്പെടുത്തുക, അതുപോലെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ വികസനം പ്രോത്സാഹിപ്പിക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം, വനിതാ ശാക്തീകരണം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തുക എന്നിവയ്ക്കാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുക. ഇനി അതിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിവാരണ പദ്ധതികൾക്ക് ഊന്നൽ നൽകി 22% ജനസംഖ്യയെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് ഉയർത്താൻ കഴിഞ്ഞു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് NRHM മുഖേന ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തി. പിന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള കാർഷിക പദ്ധതികൾ നടപ്പിലാക്കി. ഊർജ്ജ, സേചന, ജലവിതരണ പദ്ധതി എന്നിവ നടപ്പിലാക്കി. ഇനി അതിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച 8% ലക്ഷ്യം വെച്ചത് 7% മാത്രമായിട്ട് ഒതുങ്ങി. അഴിമതിയും ഭരണകൂടത്തിലെ അസ്ഥിരതയും ഉണ്ടായി. പിന്നെ ഗ്രാമീണ നഗര വ്യത്യാസം തുടർന്നു. വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിൽ മതിയായ പുരോഗതി നേടുന്നതിൽ അത് പരാജയപ്പെട്ടു. 12ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി സ്വീകരിച്ച സമാനതയില്ലാത്ത പദ്ധതിയായിട്ടാണ് കണക്കാക്കുന്നത്. ദാരിദ്ര്യ നിവാരണത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ചില മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ സാമ്പത്തിക വളർച്ച കുറവായതുകൊണ്ട് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അത് താരതമ്യം ചെയ്യാനും പറയാം കേട്ടോ. നോക്കാം നമുക്ക്. 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1951 to 1956. അതിൽ ലക്ഷ്യങ്ങൾ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ജലസേചന സംവിധാനങ്ങൾ വികസിപ്പിക്കുക, ഗതാഗതം, ഊർജ്ജം എന്നിവയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക, ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുക. അതിൻ്റെ നേട്ടങ്ങൾ ഭവാനി ദാമോദർ തടാക പദ്ധതി തുടങ്ങി. അതുപോലെ കാർഷികോൽപാദനത്തിൽ വലിയ വർധനവുണ്ടായി. ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. ഗതാഗത മേഖലയിൽ വികസനം ഉണ്ടായി. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി, അതിൻ്റെ കാലയളവ് 1956 മുതൽ 1961 വരെയാണ്. ലക്ഷ്യങ്ങൾ വ്യവസായവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ഇരുമ്പ് ഉരുക്കും വ്യവസായങ്ങൾ സ്ഥാപിക്കുക, ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സൃഷ്ടിക്കുക, സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇനി അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭിലായി, അതുപോലെ ദുർഗാപൂർ, റൂർക്കേല ഉരുക്ക് ഖനികൾ സ്ഥാപിക്കുക. പിന്നെ പൊതുമേഖലയിലെ വളർച്ച, തൊഴിൽ സൃഷ്ടിയിൽ വർധനവ്, സാമ്പത്തിക വളർച്ചയുടെ സ്ഥാന വികസനം. ഇത്രയാണ്. ഇനി 3ാം പഞ്ചവത്സര പദ്ധതി. 3ാം പദ്ധതി കാലയളവ് എന്ന് പറയുന്നത് 1961 മുതൽ 1966 വരെയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ, തനത് വികസനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നിവയാണ്. അതിൻ്റെ നേട്ടങ്ങൾ കാർഷിക മേഖലയിൽ വികസനം, പല ജലസേചന പദ്ധതികളും നടപ്പിലാക്കി, ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വർദ്ധിച്ചു, സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് രൂപം കൊടുത്തു. ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയുടെ അടിത്തറയിട്ട പദ്ധതികളാണ്. കാർഷികം, വ്യവസായം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയിലെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ ഈ പദ്ധതികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ, ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, താങ്ക്സ്.